നിന്നോട് ഒളിഞ്ഞു നോക്കുന്നേ? ഒന്നുമില്ലടാ, ഇവിടെ എവിടെയെങ്കിലും സരിതപ്പച്ചി ഉണ്ടോ നോക്കിയതാ. ഇവിടെ ഒന്നുമില്ല. നിന്നെ പൊക്കിയായിരുന്നു അപ്പച്ചി? ഓ, എന്നെ പൊക്കുകയും ചെയ്തു, എനിക്ക് ആരാണത്ത് കിട്ടുകയും ചെയ്തു. എടാ, കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവുന്നാടാ കേട്ടത്. ഞാൻ ഇവിടുന്ന് വല്ലേ ഇറങ്ങി പോകാൻ കേട്ടോ. എനിക്ക് വരെ താങ്ങാനുള്ള ചേച്ചിയൊന്നുമില്ല. ഇത് എന്ത് കഷ്ടം ഇത്. നിനക്ക് എന്തോ പറ്റി ഭയങ്കര വിഷമം? അത് കുറച്ചായിട്ടൊരു വൈക്ലബ്യം. അതെന്നെ ഞാനും ചോദിച്ചു, എന്താ പ്രശ്നം? അത് പറഞ്ഞില്ലേ, വൈക്ലബ്യം അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല പിന്നെ അപ്പച്ചി വന്നതിന്റെ മൂഡ് സ്വിങ്സ് ആയിരിക്കും. എനിക്കൊരെ കാണുമ്പോ ഓരോ തോന്നും. എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ്. എങ്ങനെ കെട്ടിക്കുമ്പോ അയ്യോ, രണ്ടാളും സാറ പറഞ്ഞിരിക്ക. അല്ല, ഇടിയപ്പം ഉണ്ടാക്കുക. തമാശിച്ചതല്ലേ? അതെ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഫുൾ ടൈം ഇവിടെ തന്നെ കുത്തിയിരിക്കാനായിട്ട്? എനിക്ക് പിന്നെ PSC പഠിക്കണ്ടേ? ഞാൻ എന്നാ കിടക്കാൻ പറമ്പിലോട്ട് പോയി. നന്നായിട്ട് പഠിച്ചാ മതി. എന്തോന്ന്? അല്ല, നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞതാ. എടി കൊച്ചേ, നിനക്ക് ജോലി ഒന്നായില്ലേ? ഞാൻ നല്ല ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാ അപ്പച്ചി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതന്നെയാ പറഞ്ഞത്. അപ്പച്ചിയാ? അപ്പോഴും നീ ജോലി അന്വേഷിച്ചു കൊടുക്കായിരുന്നില്ലേ? എന്റെ അപ്പച്ചി വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ അപ്പച്ചിക്ക് വല്ല പ്രശ്നമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? നിനക്ക് ജോലി കിട്ടിയാ നിനക്ക് കൊള്ളാം, എനിക്കെന്ത് കൊള്ളാം? ഞാൻ സഹിച്ചോളാം കേട്ടാ. ഓ, അല്ല നീ കറിയൊക്കെ പഠിച്ചാ? തന്നെയല്ലേ നേരത്തെ ചോദിച്ചത്? അല്ല, ചോദിച്ചെന്നുള്ളു വെറുതെ. അവളുടെ വന്നിട്ട് നീ അടപ്പിക്കുന്നത്? അവള് തന്നെ മിണ്ടായിരിക്കുന്നേ? അവളോട് മിണ്ടായിരിക്കാൻ പറയുന്നു. ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ അപ്പച്ചി എപ്പം വന്നാലും ഈ രണ്ട് ചോദ്യമേ ഉള്ളൂ. കല്യാണം കഴിക്കുന്നില്ലേ, ജോലിക്ക് പോകണില്ലേ? ജോലിക്ക് പോകണില്ലേ, കല്യാണം കഴിച്ചില്ലേ? വേറെ ഒന്നും ചോദിക്കാനൊന്നും ഇല്ലേ? അപ്പൊ നീയൊക്കെ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ കുത്തിരിക്കാനുള്ള പരിപാടിയാ? ഞങ്ങളുടെ ജീവിതകാലം മൊത്തം ഇവിടെ കുത്തിരുന്നാലും നിങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. നാട്ടുകാർ പറയട്ടെ, ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങളെ വല്ല ബാധിക്കുന്നുണ്ടോ? ഉണ്ടോടാ? ഇല്ല. എന്തോന്ന്? ബാധിക്കില്ല, കാരണം അല്പം നാണൊക്കെ വേണേ. ഞാൻ പോണു. ഈ അപ്പച്ചിക്ക് ഇത് എന്തോന്നാ? കണ്ട അഹങ്കാരം. ചൊറിയാൻ പോയിട്ടല്ലേ? എന്തുവാണ് ബഹളം? അച്ഛനെ പെങ്ങളോട് പോയി ചോദിക്ക്. മൂത്തോരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് പിള്ളേർക്ക് അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് പഠിപ്പിച്ച് വെച്ചേക്കണത്? അപ്പച്ചി ചുമ്മാ ഇനി അമ്മയുടെ മക്കിട്ട് കാറില്ല കേട്ടോ. ഓ, അമ്മ പറഞ്ഞപ്പോ മോന് പൊള്ളി. പൊള്ളും. എന്തുവാടാ ഇങ്ങോട്ട് ചോദിക്കും എന്തോന്ന്? ചേട്ടാ, എനിക്കറിയാൻ ഞാൻ പോവാണ്. എടാ എന്തുവാടേ? അയ്യോ, ഒന്നുമില്ല. അല്പച്ചയും പിള്ളേരും തമ്മിൽ തെറ്റിയ? പിള്ളേർക്ക് ഭയങ്കര അഹങ്കാര, പ്രത്യേകിച്ച് ആ കൃഷ്ണക്ക്. ഓ, എന്തൊരു ധാഷ്ട്യാണ്. നീ എന്തോ അവരോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണിക്ക് പോണില്ലേ മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചു, ജസ്റ്റ് ഉപദേശിച്ചു. പിന്നെ അപ്പച്ചിയല്ലേ. ഉപദേശം. നിന്റെ ഉപദേശം എങ്ങനെ ഉണ്ടാവും എനിക്കറിയാം. നീ അവരെ കയറി ചൊറിഞ്ഞു കാണും, അവര് നിന്നെ തിരിച്ച് മാന്തി കാണും. അവര് വെക്കിട്ട് കയറി. ആ വെക്കിട്ട് കയറും. നീ കൊള്ളരായ്മയായിരിക്കും അവരോട് സംസാരിച്ചത്. ചേട്ടൻ പിള്ളേരെ ന്യായീകരിച്ചോണ്ട് നിന്നോ? ന്യായീകരിക്കും. അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവും എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ന്യായീകരിക്കുന്നു. എന്തുവാ? കൊത്ത് കിട്ടുമ്പോ പഠിക്കും. ഞാൻ പഠിച്ചോളാടി. ഞാൻ നല്ല വകയോടുകൂടിയാ പിള്ളേരെ വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ അവര് ആവശ്യമില്ലാതെ പ്രായം മറന്നൊന്നും സംസാരിക്കത്തൊന്നുമില്ല. കാണിച്ചരാട്ടാ, കാണിച്ചരാ. എന്തോന്ന് കാണിച്ചരാ? കാണിച്ചരാന്ന്. ഇത് എന്നെ വെക്കിട്ട് തരണം എന്തിനാണ്? പിള്ളേരോടൊന്നും പറയാൻ പാടില്ല. ഇത്രയും അഹങ്കാരം പിടിച്ച പിള്ളേര് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. നല്ല അഹങ്കാരം ഉണ്ട് പിള്ളേർക്ക്. അവളോട് ഞാൻ ചോദിച്ചു, പണിക്ക് പോണില്ലേ, ജോലിക്കായോ ചോദിച്ചു. പറഞ്ഞു അപ്പച്ചിക്ക് എന്താ കല്യാണം കഴിക്കണോ, ജോലിക്ക് പോണോ? ഞാൻ എങ്ങനെയാണോ ചോദിച്ചത്? നാട്ടുകാരൊക്കെ എന്തോ കാര്യങ്ങളെന്നോ പറയണെന്ന് അറിയാമോ? ഇങ്ങനെയാണോ മൂത്തവരോടൊക്കെ പെരുമാറുന്നത് ചേട്ടാ? ഇങ്ങനെയാണോ പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യങ്ങള്? ഞാൻ സ്നേഹത്തിലാ ചോദിച്ചത്. ഇവര് എന്നെ ചൊറിയാൻ വന്ന് ഞാൻ എന്ത് ചെയ്യണം? നീ എന്തിനിട്ട് വരുന്നത്? പിള്ളേരെ തമ്മി തെല്ലിക്കാനാണ്? ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നതാ, നിങ്ങളുടെ തിരുമോത കാണാൻ വന്നല്ല. എന്നാ നീ അമ്മയെ കണ്ടിട്ട് പോണം, പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടണ്ട. ഞാനൊന്നും ഇടപെട്ടില്ല. അവിടെ എവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാണ്ടപ്പോ ചോദിക്കാൻ പാടില്ലേ? ഞാൻ മിണ്ടറില്ല. അവിടെ ഇവിടെ ഇടഞ്ഞു നടക്കാൻ അവരുടെ വീടാ, നീ ചോദിക്കണ്ട. ഇതെന്റെ വീടാ. അത് നിന്റെ വീട് ആയിക്കോട്ടെ. ചോദിക്കും, ഞാനും ചോദിക്കും. കാണിച്ചരാ.